പിന്നെ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെ തുടങ്ങിയ നിരവധി ബില്ലുകളും അത് ഓൺലൈൻ ട്രാൻസാക്ഷനുകളൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഇലക്ട്രിസിറ്റി ബില്ലാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഇലക്ട്രിസിറ്റി ബില്ലും ഇവിടെ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ കേരള ഇലക്ട്രിസിറ്റി ബില്ലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് കേരള എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കേരളയുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എത്ര എമൗണ്ടാണ് അടയ്ക്കേണ്ടത്, അതുപോലെ കൺസ്യൂമർ നമ്പർ, അതുപോലെ അടയ്ക്കേണ്ട ഡേറ്റ് എല്ലാം കാണാൻ സാധിക്കും. ഇതെല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം ഏറ്റവും താഴെയുള്ള പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ എംപിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. നിങ്ങളുടെ 4 അക്ക എംപിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് തിരിച്ച് ഹോം പേജിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഹിസ്റ്ററി കാണണമെങ്കിൽ ഈ ഭാഗത്ത് കാണുന്ന ട്രാൻസാക്ഷൻ എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഹിസ്റ്ററി കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബില്ല് അവിടെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്.